അല്ല, ആദായ നികുതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ വരെ 10 ലക്ഷം രൂപയായിരുന്നു. അത് 12,75,000 ആക്കി എന്നുള്ള ഒഴിച്ചാൽ വേറെ പ്രത്യേകിച്ച് അതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നും കാണുന്നില്ല. കാരണം ഇതിപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയിട്ടില്ലല്ലോ. ഓരോന്നോരോന്നായി പറയുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഒരു പിന്നെ ആസ് എ ഹോൾ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണ്. യാതൊരു പ്രതീക്ഷയ്ക്കും അവകാശമില്ല. ഇപ്പോൾ ഇത് ബീഹാറിന് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്കും പ്രഖ്യാപിക്കാൻ കഴിയുന്നേ ഉള്ളായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം കേരളത്തിന് വേണ്ടി വന്നിട്ടില്ല. ജനകീയ ബജറ്റല്ല, രാഷ്ട്രീയ ബജറ്റാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല, കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരാം. അതിനകത്ത് നടത്തിയിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. 9 വയസ്സ് തൊട്ട് 14 വയസ്സിലുള്ള കുട്ടികൾക്ക് ക്യാൻസറിൻ്റെ ഗർഭപാത്രത്തിൽ ക്യാൻസർ വരുന്നതിന് പ്രിക്കോഷൻ നിലയ്ക്കുള്ള മരുന്നുകളെക്കുറിച്ച് കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചു. അതൊന്നും നടന്നിട്ടില്ല, അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പം പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ വരുന്നു എന്നല്ലാതെ അത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. അത് ഈ ബഡ്ജറ്റും നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം IIT വേണമെങ്കിൽ പ്രഖ്യാപിക്കാമായിരുന്നു. IIT പല സ്റ്റേറ്റുകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്, കേരളത്തിന് അത് വന്നിട്ടില്ല. വയനാട് മനസ്സിലായി, വയനാട് അത് എസ്പെഷ്യലി വിഴിഞ്ഞം തുറമുഖം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാടിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ്. പിന്നെ തീരദേശ മേഖലയിൽ കടലാക്രമണം നടക്കുന്നു. അപ്പോൾ തീരദേശ മേഖലയിലെ ജനങ്ങൾ വളരെ ഭയവിഹ്വലരായി കഴിയുന്നു. അത് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളിപ്പോൾ കർണാടകത്തിൽ നിന്ന് പിന്നെ നരഭോജിയായ കടുവ വന്ന് രാധയെ ഭക്ഷിച്ചു പോയി. കാസർഗോട്ട് തന്നെ 4 പുലികളെ പല സ്ഥലത്തായി കണ്ടു. പന്നികളുടെ ആക്രമണം, കുരങ്ങിൻ്റെ ആക്രമണം, കൃഷിക്കാർക്ക് വ്യാപകമായി കൃഷിനാശം ഉണ്ടായിരിക്കുന്നു. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അപകടം വന്നിട്ട് അതിന് കേരളം ആവശ്യപ്പെട്ടതൊന്നും കൊടുത്തിട്ടില്ല. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അവരുടെ BJPയുടെ മാപ്പിലില്ല. 2 മന്ത്രിമാർ കേരളത്തിൽ വന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ആദ്യം തന്നെ പ്രഖ്യാപിച്ചാണ് എയിംസ് വന്നിരിക്കും. പക്ഷേ എയിംസ് ഒന്നും വരുന്ന ലക്ഷണം കാണുന്നില്ല.